51 സങ്കീർത്തനമാണ് നാം വായിച്ചു കേട്ടത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായതുപോലെ അതിൻ്റെ തലക്കെട്ടിൽ കാണുന്നത് പോലെ തന്നെ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എപ്പോഴാണ് നാഥാൻ പ്രവാചകൻ മുഖാന്തരം താൻ തൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നുപോയ തെറ്റിനെ മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ബർഷേബയോട് കൂടെ നടന്ന ആ പാപപ്രവർത്തികളെ നാഥാൻ പ്രവാചകൻ തൻ്റെ മുമ്പിൽ കടന്നു വന്ന് ഒരു ദൂത് അരുളപ്പാട് തന്നെ അറിയിച്ചപ്പോൾ ആ ഭാഗത്ത് നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, താൻ സാഷ്ടാംഗം വീണു ദൈവത്തോട് മനസ്സലിയുവാൻ വേണ്ടി കർത്താവിനോട് പാപക്ഷമ ചോദിക്കുന്നതായി കാണാൻ കഴിയുന്നു. ആ ചരിത്ര ഭാഗങ്ങളും അതിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം നമുക്കറിയാം. അതേ തുടർന്ന് ആ അഭിഷിക്തനായ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനം, അതല്ലെങ്കിൽ താൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ 51 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണം, ഈ പ്രാർത്ഥന ഒരു യാചനയാണ്, അതല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിനകത്ത് ഒരു ധ്യാനമാണ്. അതുമല്ലെങ്കിൽ ഒരുപടി കൂടെ നാം മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിനകത്തുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ 51 സങ്കീർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യഹോവയാകുന്ന ദൈവത്തോട് രാജാവിനെ ചോദിക്കുന്നു. എന്നാൽ കർത്താവിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം തന്നെയായിരുന്നു രാജാവിനെ ചോദിക്കുക. കാരണം എന്തെന്നറിയോ, ഇസ്രായേൽ ജനത്തിന് രാജാവായ ആരായിരുന്നേ? നമ്മുടെ യഹോവയാകുന്ന ദൈവമായിരുന്നു അവർക്ക് രാജാവ്. അതുകൊണ്ടാണ് അവരുടെ യുദ്ധങ്ങളിൽ, അവരുടെ ആവശ്യങ്ങളിൽ അവർക്ക് വേണ്ടി പാളയത്തിനകത്ത് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ടല്ലേ. പരാജയപ്പെട്ടുകൊണ്ടിരുന്ന യുദ്ധത്തിനകത്ത് പെട്ടകം കടന്നു വന്നുള്ള ഒറ്റ കാരണത്താൽ ജയിച്ച ചരിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ രോഗബാധിതരായവരുടെ മേൽ ദൈവാത്മാവിനാൽ സൗഖ്യം കൊടുത്ത ചരിത്രങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ യഹോവയാകുന്ന ദൈവത്തിന് മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാൻ, അവരുടെ അധികാരം നടത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് സമാഗമന കൂടാരം എന്ന് പറയുന്ന ദേവാലയം തന്നെ ആക്കി വെച്ചു. അപ്പോൾ കർത്താവിന് ഇഷ്ടമില്ലെങ്കിലോ ജനത്തിൻ്റെ ആഗ്രഹപ്രകാരം രാജാവിനെ കൊടുത്തു. ആരാണ് ആദ്യത്തെ രാജാവ്? ഇസ്രായേലിൻ്റെ ശൗൽ. എന്നാൽ സൗലിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പരാജയത്തെ നല്ല രീതിയിൽ അറിഞ്ഞ ദാവീദ് തൻ്റെ ജീവിതത്തിനകത്ത് വന്ന തെറ്റിനെ ഉണർത്തുവാൻ നാഥാൻ പ്രവാചകൻ കടന്നു വന്നപ്പോൾ താൻ അവിടെ ന്യായീകരിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് തൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് പറയുക, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുവാനുള്ള കാരണം എന്തെന്നറിയോ? തൻ്റെ തെറ്റ് മനസ്സിലായപ്പോൾ അതിനകത്തുള്ള ന്യായങ്ങളെയല്ല താൻ നിരത്തിയത്, അതിനകത്തുള്ള തെറ്റിനെയാ താൻ കണ്ടെത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ആരോടാ പാപം ചെയ്തിരിക്കുന്നേ? ദൈവത്തോടാ പാപം ചെയ്തിരിക്കുന്നേ. നമ്മൊന്ന് സോഷ്യലായി അല്ലെങ്കിൽ ഒന്ന് നാം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരോടാ പാപം ചെയ്തത്? ബർഷേബയുടെ കുടുംബത്തിൽ, അതല്ലെങ്കിൽ ഊരിയാവിനെ കൊന്നുകളയുവാൻ വേണ്ടി കാണിച്ച പാപം ഊരിയാവിൻ്റെ കുടുംബത്തോടാ ചെയ്തത്. അതല്ലെങ്കിൽ ആ കുടുംബത്തിന് നേരെയാ താൻ പാപം ചെയ്തിരിക്കുന്നത്. എന്നാൽ ദാവീദിന് വ്യക്തമായൊരു ബോധ്യതയുണ്ടായിരുന്നു, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന തെറ്റ് ആർക്ക് വിരോധമായി ചെയ്യുന്നതാണ്? ദൈവത്തിന് വിരോധമായി ചെയ്യുന്നതാണ്. നോക്കിയേ, ഏത് സാഹചര്യം തിരുവചനം നമുക്ക് പഠിക്കുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യൻ ആദ്യം ഭയപ്പെടുന്ന ആരെന്നറിയോ? മനുഷ്യനെയല്ല, ദൈവത്തെയാണ്. ഹല്ലേലൂയ. ഏദേൻ തോട്ടത്തിൻ്റെ അകത്ത് നോക്കിയേ, ആദാം ഹൗവയായിരിക്കുന്ന ആ ഏദേൻ തോട്ടത്തിനകത്ത് പാമ്പ് സാത്താൻ്റെ അതല്ലെങ്കിൽ സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ വന്നവരെ വഞ്ചിച്ചു കളഞ്ഞപ്പോ യഹോവയാകുന്ന ദൈവത്തെ ആദ്യം അവർ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. അവർ പേടിച്ചൊളിക്കുകയാ മരത്തിന്റെ ചുവട്ടിൽ. അവരും ആദ്യം ഭയപ്പെട്ടാരെയാ? ദൈവത്തെയാ. അപ്പോൾ ഇവിടെയും ദാവീദ് ചെയ്ത തെറ്റ് വ്യക്തിപരമാണെങ്കിലും അതല്ലെങ്കിൽ ഒരു കുടുംബത്തിനോടാണെങ്കിലോ അവൻ ആരോടാ പാപം ചെയ്തിരിക്കുന്നേ? ദൈവത്തോടാണ് പാപം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കണോ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആ പിഴവുകൾ, തെറ്റുകൾ, അതുകൊണ്ടാണ് നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു കർത്താവ് ഒരു ഉപമ പ്രസ്താവിക്കുക. അവിടെ ഒരു ഇളയ കുമാരനെ പറ്റി നമുക്കറിയാം. ആ മകൻ പറയുന്നൊരു കാര്യമുണ്ട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതിനർത്ഥം ഞാൻ ദൈവത്തോട് പാപം ചെയ്തിരിക്കുന്നു, നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നാം പറയാറില്ലേ, ഞാൻ മറ്റൊരു വ്യക്തിയോട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബമാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ ബന്ധക്കാരാണ് ഞാൻ ചെയ്തത്. അല്ല, നാം ചെയ്യുന്ന ഓരോ തെറ്റുകളോ
മനുഷ്യരോട് ചെയ്യുന്നത് അത് നാം മനസ്സിലാക്കണോ, അതാദ്യം ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണ്. ഹല്ലേലൂയ. കാരണം അവൻ കേവല മനുഷ്യനായിരിക്കാം, അവന് പ്രതികരിക്കുവാൻ കഴിയാത്തവനായിരിക്കാം, അതല്ലെങ്കിൽ അവന് വേണ്ടി ചോദിക്കുവാൻ ആരും വരത്തില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണോ, തൻ്റെ രൂപത്തിൽ, തൻ്റെ ആ രൂപത്തിൽ സൃഷ്ടിച്ച ആ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഏതൊരു തെറ്റും അത് കർത്താവിനോട് നാം ചെയ്യുന്ന തെറ്റാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് അവിടെ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, നീ വിധിക്കുമ്പോൾ നീ നീതിമാനായിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് നീതിമാനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മുമ്പിൽ ഒരു പാപവും നിലനിൽക്കത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണോ, ഈ പ്രാർത്ഥനയാണ് ദാവീദിന്റെ ജീവിതത്തിനകത്ത് തന്നെ രാജസ്ഥാനത്തിൽ ഉറപ്പിച്ച പ്രാർത്ഥന. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയാണ് തനിക്ക് ദൈവത്തിന് മുമ്പിൽ വീണ്ടും നിൽക്കുവാൻ കഴിഞ്ഞ പ്രാർത്ഥന. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത്, തന്റെ തെറ്റുകളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. തിരുവചനം മുഴുവൻ പഠിക്കുമ്പോഴോ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമോ, നമ്മുടെ തെറ്റുകളെ നാം എത്ര പൊതിഞ്ഞു വെച്ചാലോ, അത് നാം ക്ഷമ ചോദിക്കാതിരുന്നിരിക്കുന്നിടത്തോളം കാലോ, അതല്ലെങ്കിൽ അത് നാം അതിൽ നിരപ്പ് പ്രാപിക്കാതിരിക്കുന്ന കാലം വരെയോ അതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അനേക ജീവിതത്തിനകത്ത് നാം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. രക്ഷിക്കപ്പെടുന്ന അന്നേ ദിവസം അലറിക്കരഞ്ഞുകൊണ്ട് ആത്മസാന്നിധ്യത്തിൽ ആരാധിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതേ തുടർന്ന് അവരോട് ചോദിച്ചാൽ പറയോ, അവർ കുഞ്ഞുനാൾ മുതൽ ചെയ്തു പോയ സകല കുറവുകളും അവരുടെ കണ്ണിന് മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പാ ക്ഷമിക്കണമേ, എന്നൊന്ന് കഴുകണമേ, ശുദ്ധീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവപാദപീഠത്തിൽ രൂപാന്തരപ്പെട്ട അനേകരെ നമുക്ക് കാണാൻ കഴിയും. കാരണമെന്നറിയോ, അതിനെ മറച്ചു വെക്കുകയല്ല, അതിനെ ഏറ്റുപറയുക മാത്രമല്ല, എന്ത് ചെയ്യണോ, ഉപേക്ഷിക്കുക ചെയ്യണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം ലഭിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു, യഹോവയാകുന്ന ദൈവം തന്നെ പറയുന്നു, ഊരിയാവിന്റെ വിഷയം ഒഴിച്ചാൽ ദാവീദ് എനിക്ക് ഇഷ്ടമുള്ള മനുഷ്യൻ. കാരണോ, തെറ്റുകുറ്റങ്ങൾ വരാത്ത മനുഷ്യരില്ല, ബലഹീനതകൾ വരാത്ത മനുഷ്യരില്ല. എന്നാൽ കർത്താവ് പറയുന്നു, അത് വരാതിരിക്കുന്നത് ഏറ്റവും അത്യുത്തമം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിനകത്ത് പാപക്കറകൾ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നാം അതിൽ നിരപ്പ് പ്രാപിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, അബദ്ധവശാൽ നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. എന്നാൽ മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങൾ, ഒരിക്കൽ തെറ്റിപ്പോയി ഇനി ഈ ലൈസൻസിൽ കുറെ കാലം നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിരപ്പ് പ്രാപിക്കുവാൻ കഴിയത്തില്ല. പിന്നെ നമുക്ക് വേണ്ടി തിരുവചനം പറയുന്നു, ഇനി ഒരു യാഗം ശിക്ഷിക്കുന്നില്ല, എന്നേക്കുമായി ശിക്ഷാവിധി മാത്രമേ നമുക്കുള്ളൂ. ഹല്ലേലൂയ. അതവിടെ നിൽക്കട്ടെ. നാം വായിച്ചു കേട്ട സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, 19 വാക്യങ്ങൾ കൊണ്ട് 81-ാം സങ്കീർത്തനത്തിന്റെ 12-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 12-ാമത്തെ വാക്യം. ദാവീദ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഹല്ലേലൂയ. എന്താ രക്ഷയുടെ സന്തോഷം? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാ. രക്ഷിക്കപ്പെട്ട അന്നേ ദിവസം നമ്മുടെ ഹൃദയത്തിനകത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു, അല്ലേ? അത് എത്ര ബാധ്യതയ്ക്കകത്ത് നിന്നവരായിരുന്നാലും ശരി, നാം ഏത് സാഹചര്യങ്ങൾ, നാളെ തല വെട്ടുമെന്ന് പറഞ്ഞ വിഷയമായാലും ശരി, നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു കഥാദാസൻ കടന്നു വന്നുകൊണ്ട് ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിനകത്ത് വന്ന ഒരു സാക്ഷ്യം നമ്മൾ എല്ലാവരും കേട്ടു. എന്താണ്? താൻ ജയിലിനകത്ത് സുവിശേഷ വേല ചെയ്യുവാൻ പോയപ്പോൾ ഒരു വ്യക്തിക്കുണ്ടായ മാനസാന്തരം. ആ വ്യക്തി പുറത്തു വന്നപ്പോൾ എന്താ പറഞ്ഞത്? നിന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. താൻ എന്താ പറഞ്ഞേ? കൊല്ലാം, ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക്. ഒരേ ഒരു കാര്യം, എന്നെ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ ഞാനിവിടെ പോകോ? സ്വർഗത്തിൽ പോകോ? നിങ്ങൾ ജയിലിൽ പോകും, നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമ്പത്ത് ലഭിക്കത്തില്ല. അപ്പോ ഈ രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാം ഉള്ളപ്പോഴല്ല, എല്ലാം ശൂന്യതയായിരിക്കുമ്പോ, സകലതും പരാജയമായിരിക്കുമ്പോ, നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം തകർന്നു എന്ന് ലോകം മുഴുവൻ പറയുമ്പോഴോ ആ സന്തോഷം നമ്മെ വിട്ടുപോകത്തില്ല. ഹല്ലേലൂയ. അത് വ്യക്തമായി അറിയണമെങ്കിൽ പുതിയ നിയമത്തിൽ ഒരു വ്യക്തിയോട് ചോദിച്ചാ വ്യക്തിക്ക് കറക്റ്റ് അറിയാൻ പറ്റും രക്ഷയുടെ വില എത്രമാത്രം വലുതാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിനെ നോക്കിയേ, താൻ പറയുകയാണ്, ഈ രക്ഷ ഞാൻ കണ്ടതുകൊണ്ട്, ഈ കർത്താവിനെ
താൻ അറിഞ്ഞതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകല സമ്പത്തും ചപ്പും ചവറുമെന്ന് വെച്ച് ബാക്കി പുറകിലോട്ട് എറിഞ്ഞിട്ടാ താൻ മുമ്പോട്ട് കടന്നു വരുന്നേ. കാണുമെന്നറിയോ, രക്ഷയുടെ സന്തോഷം ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതൊരു നന്മയെക്കാളോ വിലയേറിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ലഭിക്കുന്ന ഏതൊരു പദവിയെക്കാളും വിലപ്പെട്ടതാണ് രക്ഷയുടെ സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞവും വർദ്ധിച്ചതിലോ അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. നാം എവിടെയാ സന്തോഷിക്കുന്നത്? ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ നല്ല സമ്പത്തുള്ളപ്പോഴാണോ? നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം മറുപടി ലഭിക്കുമ്പോഴാണോ? ഹല്ലേലൂയ. വെള്ളിയാഴ്ച വന്നവർ കേട്ടു അല്ലേ, മറുപടി ലഭിച്ചില്ലെങ്കിലും കാത്തിരിക്കുക, ഒരു മഹത്വത്തിന് വേണ്ടിയാ കാത്തിരിക്കുന്നേ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് കേവലം ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കുറെ നന്മകളുടെ അടിസ്ഥാനത്തിലല്ല. ഹല്ലേലൂയ. എല്ലാം പരാജയപ്പെട്ടു പോകുമ്പോഴോ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പറയണോ, മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. കാരണോ ആ രക്ഷ തിരിച്ചറിഞ്ഞവന് ഈ ലോകത്തിന്റെ ഒന്നോ വലിച്ച് പിന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ജീവിതത്തിനകത്തോ ഒരു രക്ഷയുടെ സന്തോഷം ഉണ്ടായിരുന്നു. എപ്പോഴാ? കർത്താവിനോട് കൂടെ വാണപ്പോ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോഴോ, കാട്ടിനകത്ത് ഏകാന്തതയിൽ പാർത്തപ്പോഴോ, പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് ഒന്ന് മാറി കടന്നു വന്നപ്പോഴോ ആ സന്തോഷത്തെ എടുത്തു കളയാൻ പറ്റിയില്ല. എന്നാൽ എന്നാണോ താൻ പാപം ചെയ്തത്, എന്നാണോ രാജസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് താൻ തെറ്റിലേക്ക് കാലെടുത്ത് വെച്ചത്, അന്ന് തന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം മനസ്സിലാക്കണോ, പാപപ്രവൃത്തി കർത്താവും നാമുമായുള്ള ബന്ധത്തെ മുറിച്ചു കളയും. ഹല്ലേലൂയ. പാപപ്രവൃത്തി ദൈവവും നാമുമായുള്ള ആ ബന്ധത്തിന് മുമ്പിൽ വിള്ളലുണ്ടാക്കും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുവാനുള്ള കാരണത്തെ ദാവീദ് കണ്ടുപിടിച്ചിട്ട് പറയുക, കർത്താവേ, ആ സന്തോഷം എനിക്കൊന്ന് തിരിച്ചു തരണം. എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും, കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം എൻ്റെ ഉള്ളിൽ പൂർണ്ണമായി നിലനിൽക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. നാം ഇത്രമാത്രം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ അനേക കുറവുകളുണ്ടാകാം. എന്നാൽ അതൊന്നും നമ്മുടെ കർത്താവിൽ നിന്നും അകറ്റുക, കർത്താവിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കാരണമാകരുത്. ഹല്ലേലൂയ. 19-ാമത്തെ വാക്യം വായിക്കാം. 19-ാമത്തെ വാക്യം. ദാവീദ് പ്രാർത്ഥനയുടെ അവസാനമായി കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, അപ്പോൾ നീ നീതിയാഗങ്ങളും ഹോമയാഗങ്ങളും സർവാംഗ ഹോമയാഗങ്ങളിലും പ്രസാദിക്കും. ഹല്ലേലൂയ. അത് മുമ്പേ നാം മുകളിലോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, നീ യാഗത്തിൽ പ്രസാദിക്കത്തില്ല, ഹനനയാഗത്തിൽ നിനക്ക് ഇഷ്ടമില്ല. ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലേ, എന്താ? ഇരുമ്പുലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കഷായം കുടിച്ചാൽ ശരിയാവോ? ശരിയാകത്തില്ല. അതുപോലെ ഈ വിഷയവും പാപം ചെയ്തു വെച്ചിട്ട് കുറെ യാഗങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് കുറച്ച് മൃഗങ്ങളെ കൊന്നു തീർക്കാമെന്നുള്ളതിനപ്പുറമായി അതിന്റെ ക്രിയകൾ അവിടെ നടക്കത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീ ഹോമയാഗത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. നിന്റെ ആഗ്രഹം അത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള പാപങ്ങളുടെ മേലുള്ള ക്ഷമയാ. ഹല്ലേലൂയ. അവിടെ 17-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ തന്നെ ദൈവമേ നീ നിരസിക്കയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞാ ദാവീദ് പറയുന്നത് 19-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ നീ നീതിയാഗങ്ങളിലോ ഹോമയാഗങ്ങളിലോ സർവാംഗ ഹോമയാഗങ്ങളിലോ പ്രസാദിക്കും. ഹല്ലേലൂയ. എപ്പോഴാ? ഹൃദയ നുറുക്കത്തോടുകൂടെ, തകർച്ചയോടുകൂടെ, വന്നുപോയ കുറവുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ നിരപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു രക്ഷയുടെ സന്തോഷം കടന്നു വരും. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയത്, ശത്രു കൊണ്ടുപോയത്, അവൻ നമ്മുടെ ഉള്ളിനകത്ത് നിരാശകളെ കൊണ്ട് നിറച്ചത്, അത് മാറണമെങ്കിൽ ഹൃദയ നുറുക്കത്തോടുകൂടെ
നാം ഒന്ന് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ രക്ഷയുടെ സന്തോഷത്തെ പ്രാപിച്ചെടുത്ത് മുന്നേറുക. സ്വർഗ്ഗം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ.